എല്ലാവർക്കും ദീക്ഷാസ് വ്ളോഗിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ബിരിയാണിയിൽ നമ്മൾ ഇറച്ചിയോ യാതൊരു വെജിറ്റബിൾസോ ഇടുന്നില്ല എന്ന് വെച്ച് ഇതിൻ്റെ സ്വാദിന് യാതൊരു കുറവും പറ്റുന്നില്ല കേട്ടോ. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലോ ഇല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനോ ഒരു ലഞ്ച് ഐറ്റം ആയിട്ടൊക്കെ നമുക്ക് ഈ ബിരിയാണി എടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണത്. അതേപോലെ തന്നെ കുറച്ച് ഐറ്റംസ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. ഞാനൊരു 4 ഗ്ലാസ് അരിക്കെടുത്ത കണക്കാണ് പറയുന്നത്. ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയും ഒരു സവാളയും, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 2 കൈപ്പിടി മല്ലിയിലയും പുതിനയിലയും, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 4 ഏലക്കായും 10 ഗ്രാമ്പൂവും ഒരു 4 പട്ടയുമാണ്. ആദ്യം നമുക്ക് ഈ പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടി ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ ഈ മല്ലിയിലയും പുതിനയിലയും മുളകും തക്കാളിയും എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അല്പം വെള്ളം ചേർത്ത് അടിച്ചെടുക്കാം. പിന്നെ ഒരു 4 ഗ്ലാസ് കൈമ റൈസും അത് നല്ലോണം കഴുകി എടുത്തു വെച്ചതാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ആദ്യം കുക്കറിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി നെയ്യ് മാത്രമായിട്ടും നമുക്ക് ഓയിൽ ചേർക്കാതെ നെയ്യ് മാത്രമായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അല്ല നെയ്യ് ചേർക്കേണ്ട ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓയിലൊന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പട്ട ഗ്രാമ്പു ചേർക്കാം. അരപ്പിൽ ഞാനൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ചീന്തിയിടുകയാണേ. ഇനി അരിഞ്ഞു വെച്ച സവാള ചേർക്കാം. വേഗം വേവാൻ വേണ്ടി നമുക്കൊന്ന് അല്പം ഉപ്പും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി അല്പം ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു സ്പൂൺ തൈര് ചേർക്കാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി 4 ഗ്ലാസ് അരിക്ക് ഞാനൊരു 8 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഏത് അരിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ മാറ്റം വരും. ഇനി ഈ വെള്ളം തിളച്ച് വരുമ്പം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് കഴുകി വെച്ച അരി ഇടാം. ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് ഇത് വേവിക്കാം. ഒരു വിസിൽ വന്ന ശേഷം സ്റ്റീം ഒന്ന് അടങ്ങിയാൽ നമുക്ക് കുക്കർ തുറക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.